ഭക്ഷണം മാത്രമല്ല, ആംബിയൻസ് കൂടി നന്നായാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ നല്ലൊരു ആംബിയൻസിലിരുന്ന് നല്ല വീട്ടിലുണ്ടാക്കുന്ന ഒരമ്മ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ കുഞ്ഞു ഹോട്ടലാണ്. പിന്നെ ചോറാണെങ്കിൽ കോമ്പയാണ്. ഇതെല്ലാം കൂടെ 100 രൂപ. 100 രൂപയ്ക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. മീന്, ചിക്കൻ തോരൻ, കപ്പ. പിന്നെ ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്താവോ? ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് 4 കൂട്ടുകറിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു അച്ചാർ കാണും, കിച്ചടി അല്ലെങ്കിൽ പച്ചടി ഏതെങ്കിലും ഒന്നായിരിക്കും, തോരൻ കാണും, ഇത് അവിയലും കാണും. 4 ഐറ്റം എന്തായാലും മാറിയും തിരിഞ്ഞും, അവിയലും തോരനും, ഇത് കിച്ചടിയും പച്ചടിയും, പിന്നെ ഒരു അച്ചാർ, ഏതെങ്കിലും ഒരു അച്ചാർ, അങ്ങനെ കാണും. പിന്നെ കപ്പ എന്നും ഉണ്ടാവും. ഇത് ചിക്കൻ തോരനായിരുന്നു, ഇന്ന് പിന്നെ ഇതായിട്ട് വെച്ച് പെരട്ട് പോലെ അങ്ങനെ ഒരു ഇതായിട്ട് മാറ്റി അങ്ങനെ ചിക്കൻ്റെ മീൻ കറി അങ്ങനെയുള്ള അതിന്റെ കൂടെ ഉള്ളതായിട്ടുള്ള. പിന്നെ മീൻ വറുത്തത് കാണും, മീൻ വറുത്തത് ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ചോറാണെങ്കിൽ കോമ്പയാണ്. ഇതെല്ലാം കൂടെ 100 രൂപ. 100 രൂപയ്ക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. മീന്, ചിക്കൻ തോരൻ, കപ്പ, പിന്നെ ഈ കൂട്ടൻ അല്ലാതെ എല്ലാം കൂടെ 100 രൂപ. ഇന്ന് നമ്മൾ വന്ന ദിവസം ഈ പെസക വേഴ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഫുഡ് മാത്രമേ ഇന്ന് ആക്കിയിട്ടുള്ളൂ. അപ്പൊ അവര് നേരത്തെ വിളിച്ച് വരയേ ചെയ്യും. അപ്പം ഇന്ന് വെളിയിൽ നിന്ന് ആര് വന്നാലും ഫുഡ് ഇല്ല, വരുന്ന കുറച്ച് പേർക്കുള്ള തയ്യാറാക്കിയിട്ടുള്ളൂ. ഇവിടെ തൊട്ടടുത്താണല്ലേ കുരിശുമല? ഇവിടെ തൊട്ടടുത്തായിട്ടാണല്ലേ? അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്ക്. അപ്പൊ ഞങ്ങൾ ഇന്ന് നൈറ്റ് ആണ് തട്ടുകട. നൈറ്റ് ഇന്ന് നാളെ നൈറ്റ്. നാളെ ഇനി ഇല്ല, കടയില്ല. ഇന്ന് വരുന്നിടത്ത് നാളെ പറഞ്ഞു വിടും കടയില്ലെന്നുള്ളത്. ചേട്ടാ, ഈ ഹോട്ടൽ ഈ രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ട ഒരു ഐഡിയ എവിടെ നിന്നുണ്ടായിരുന്നു? ഇപ്പോൾ ആവുമ്പോഴത്തേനും ആൾക്കാർക്ക് കാണുമ്പോഴത്തേനുള്ള ഒരു അട്രാക്ഷനുമായിട്ട് ഒരു ആംബിയൻസ് ക്രിയേറ്റ്. ഈ കണ്ടില്ലേ, നല്ല ചെറിയ കാറ്റുണ്ട്, അങ്ങനെ ഒരു ആംബിയൻസ് നല്ല രീതിക്ക് പുറത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോഴത്തേനുള്ള ഒരു അട്രാക്ഷനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. കഴിക്കണമെന്ന് തോന്നണം. അത് പോയിട്ട് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മുളയിലാണിത് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ പനേര പോലെ ഇങ്ങനെ അടിയിലിട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് തണുപ്പും കാര്യങ്ങളും ചൂടും അധികം ആക്കാതിരിക്കാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് ഏകദേശം 1.5 വർഷം അടുപ്പിച്ചാവും. തുടങ്ങിയ സമയത്ത് എന്തൊക്കെ ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു? തുടങ്ങിയ സമയത്തും ആദ്യം ഇതേപോലെ ഊണിന്റെ ഇതായിരുന്നില്ല, വൈകുന്നേരം തട്ടുകട മാത്രമായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് ഊണിന്റെതാക്കാൻ കാരണം വൈകുന്നേരം തട്ടുകട നമുക്ക് റോഡ് തിരക്കില്ലാത്ത, അപ്പോഴങ്ങനെ തുടങ്ങിയാലും ആ ഒരു അതുകൊണ്ടൊക്കെ പരിമിതികളുള്ളതുകൊണ്ടാണ് ഊണിലോട്ട് വന്നത്. അപ്പൊ നിലവിലിപ്പോ രാത്രി പ്രവർത്തിക്കുന്നുണ്ടോ? രാത്രി ഇപ്പൊ കുരിശുമല സീസൺ ടൈമിങ്ങിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് രാത്രി തട്ടുകട ഉണ്ടാവും. സീസൺ കച്ചവടമാണ് മെയിനായിട്ട്. ഇവിടെ പ്രധാനമായിട്ട് ഊണ് തന്നെയാണോ? ഊണ്, ചിക്കൻ തോരൻ, കപ്പ, ചിക്കൻ തോരൻ, അതൊരു കോമ്പിനേഷൻ. കപ്പ ചിക്കൻ തോരൻ ഒരു കോംബോയാണ്. അത് 120 രൂപയാണ് വരുന്നത്, കപ്പയും ചിക്കൻ തോരനും. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഊണിന്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് ചിക്കൻ തോരൻ ഉൾപ്പെടുത്തിയിട്ടാണ് മീന്, അതെല്ലാം ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. മീന്, ചിക്കൻ തോരൻ, എല്ലാം ഉണ്ടാവും. അപ്പൊ ഇത് വന്നിട്ട് 100 രൂപയാണ്. 100 രൂപയ്ക്കാണ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോംബോ കൊടുക്കുന്നത്. 4 കൂട്ടുകറികളും 4 കറികൾ. ഇനി ഭാവിയിൽ എന്തെങ്കിലും പുതിയ ഒരു ഐറ്റം കൊണ്ടുവരാനുള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെക്കുന്നുണ്ട്. ബീഫ് കറി അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവും. സൺഡേ, സാറ്റർഡേ അങ്ങനെ വരുമ്പോ എല്ലാ ദിവസവും തിരക്കുള്ള ദിവസം ബീഫ് കറി പന്നിയിറച്ചി വെക്കും. അന്ന് മാത്രമേ വെക്കുള്ളൂ, 2 ദിവസത്തേക്ക് മാത്രം അങ്ങനെ വെക്കും. ഇവിടെ ഈ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആരാണ്? അത് വീട്ടിലാണ് എല്ലാ ഫുഡും എല്ലാം അച്ഛനും അമ്മയാണ് തയ്യാറാക്കി ഈ ചിക്കൻ തോരനും എല്ലാം വീട്ടിൽ വെച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് എടുത്തു കൊടുക്കുന്നു. വീട്ടിൽ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത്. ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ എങ്ങനെയാ? ഈ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ആനപ്പാറ വന്നിട്ട്
വെള്ളറട ആനപ്പാറ. ആ വെള്ളറട ആനപ്പാറ വന്നിട്ട് മാവുവിള എന്ന് പറയുന്ന സ്ഥലമാണിത്. മാവുവിളയാണ് ഇത് കറക്റ്റ് പ്രോപ്പർ പ്ലേസ്. അതായത് ആനപ്പാറ പള്ളി കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനായിട്ട് വരും മാവിള. ആറാട്ടുകുഴി റോഡ്. പോകുന്ന വഴിക്ക് വലയ സൈഡിലായിട്ടാണ് നമ്മുടെ ആദ്യം തന്നെ കാണാൻ പറ്റും. ഇവിടെ അതിന് മുന്നേ വേറെ കടയില്ലല്ലോ. ആദ്യം കാണുന്ന ഇത് തന്നെ. ചേട്ടനൊന്ന് പരിചയപ്പെടുത്തൂ. ചേട്ടന്റെ എന്റെ പേര് ശരത് എന്നാണ്. ശരത് എന്നാണ്. ഈ ഒരു ഹോട്ടൽ ഫീൽഡ് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടോ? നേരത്തെ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാരും കൂടി ചെയ്യുന്നത് കൊണ്ട് അതിനൊപ്പം പഠിച്ചെടുത്ത് അങ്ങനെ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നവർക്കേ ഇപ്പം നേരത്തെ വിളിച്ച് കുറച്ചധികം പേര് വരുവാണെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം തയ്യാറാക്കി നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കും. വേറെ മറ്റു ഐറ്റംസും തയ്യാറാക്കാൻ പറ്റും. മറ്റു ഐറ്റംസും തയ്യാറാക്കി വെക്കും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി കൊടുക്കും. അപ്പം ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഉൾപ്പെടുത്തും. കുഴപ്പമില്ലല്ലോ, കോൺടാക്ട് ചെയ്തിട്ട് വരുന്നത്. ആളുടെ പേരെന്താണ്? മറന്നുപോയാ? ശരണ്യ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ സ്ഥാപനം, ഈ ഒരു ഹോട്ടൽ നടത്തുന്നത്. കുക്കിങ്ങിലൊക്കെ സഹായിക്കാറുണ്ടോ? എല്ലാരും 4 പേര് ഒരുമിച്ച് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചേട്ടാ, ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി. പിന്നെ ഹോംലിയാണ് ഫുഡ്. വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊണ്ടുവരുന്നത് ഹോംലി ഫുഡാണ്. നമ്മൾ മിക്കപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വന്നിട്ടുണ്ട്. ഫാമിലിക്ക് വന്ന് കഴിക്കാനായിട്ട് സൗകര്യമുണ്ട്. പിന്നെ കോംബോ നല്ല വെർത്താണ് ഫുഡ്. അത്യാവശ്യം കറികളും. അതെ. തോരൻ, ചിക്കൻ തോരനാണ് ഇവിടുത്തെ നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കപ്പയും ചിക്കൻ തോരനുമാണ്. അതെ, ഞങ്ങൾ മിക്കപ്പോഴും കഴിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഫുഡ് കൊള്ളാം. ഞാൻ ഇന്ന് മിക്ക ദിവസം ഇവിടെ ഊണ് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ കപ്പയും ചിക്കൻ തോരനും അടിപൊളിയാണ് കഴിക്കാൻ. കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഫുഡ് വെർത്താണ്, നല്ല ടേസ്റ്റാണ്. ഓക്കെയാണ്. വീട്ടിലത്തെ ഭക്ഷണം പോലെ വീട്ടിലത്തെ ഒരു ടേസ്റ്റ് ആ ഒരു കാര്യത്തിൽ നല്ല ഫുഡാണ്. ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. നല്ല ഫുഡാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഭക്ഷണം? ഭക്ഷണം അടിപൊളിയാണ്. ഞാൻ പലപ്പോഴൊക്കെ മാക്സിമം ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് മാക്സിമം എന്നെ കൊണ്ട് ഫ്രീ ഇടുന്ന ടൈമിലേക്ക് ഇവിടെ വന്നാണ് ഫുഡ് കഴിക്കാറ്. അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ കോംബോ ഒക്കെ ഉണ്ട്, അടിപൊളിയാണ് കോംബോ ഒക്കെ. ഞാൻ മാക്സിമം ഇവിടുന്ന് കോംബോ ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാറുമുണ്ട്. എന്നാലും എൻ്റെ വീട്ടിലെ അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ശരി, ഓക്കെ, ബ്രോ. ഇവിടുത്തെ ഊണിനെ പറ്റി എന്താണ് അഭിപ്രായം? ചേട്ടാ, ഞാനെന്നും ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ ഒന്ന് കഴിക്കാറുണ്ട്. പിന്നെ ഞാനിന്ന് ഇവനെ വിളിച്ചുകൊണ്ട് വരും. രണ്ടുപേരും കൂടെ വരാറുണ്ട്. വരാറുണ്ട്. ഊണ് മറ്റേ കപ്പയും മറ്റൊക്കെ അത് അടിപൊളിയാണ്.